നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഭിന്നിപ്പുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് കെ രാമചന്ദ്രൻ MLA. തളിക്കുളത്ത് കടലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. എരഞ്ഞെഴുത്ത് ക്ഷേത്രത്തിലെ ഉത്സവം ഭക്തി നിർഭരം. വാർത്തകൾ വിശദമായി. കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ മേഖലകളിലും നിരവധി പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഈ മേഖലയിൽ വലിയ ചെറുത്തുനിൽപ്പാണ് നടത്തുന്നതെന്ന് കെ രാമചന്ദ്രൻ MLA പറഞ്ഞു. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിലെ TV വിനോദ് കുമാർ നഗറിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ രാമചന്ദ്രൻ MLA. ഇവിടെ നമ്മുടെ രാജ്യത്ത് പൊതുവിൽ എല്ലാ മേഖലയിലും കോർപ്പറേറ്റ് വൽക്കൃതമായിട്ടുള്ള രീതികൾ, കോർപ്പറേറ്റ് വൽക്കൃത നയങ്ങൾ, അതിൻ്റെ ഭാഗമായി എല്ലാ മേഖലകളിലും നിരവധി പ്രതിസന്ധികൾ രാജ്യത്തുണ്ടാവുന്നുണ്ട്. വിവിധ മേഖലകൾ, ആ മേഖലകളിൽ പണിയെടുക്കുന്നവരും ആ മേഖല കൈകാര്യം ചെയ്യുന്ന വ്യക്തികളൊക്കെ സംഘടനകളായൊക്കെ രൂപപ്പെട്ടിട്ടുള്ള സംഘടനകളെല്ലാം വലിയ തോതിൽ അത്തരം നയങ്ങളുടെ ഭാഗമായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, പ്രയാസപ്പെടുന്നവരെല്ലാം വലിയ ചെറുത്തുനിൽപ്പുകളാണ് രാജ്യത്ത് സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലമാണ്. പലതിൻ്റെയും പേരിൽ ജാതി, മതം, ഭാഷ, വസ്ത്രധാരണം, ഭക്ഷണം, ഇങ്ങനെയുള്ള നാനാതരം പ്രശ്നങ്ങൾ ഉയർത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ രാജ്യത്തുടനീളം വൻതോതിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേക കാലത്താണ്. നമ്മളെല്ലാം ഇതുപോലുള്ള സംഘടനകൾ തന്നെയാണ് അതിനുള്ള അത്തരം നയങ്ങൾക്ക്, അത്തരം നയങ്ങളോടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ വേദികളാവുന്നത്. ഈ സംഘടന കൂടുതൽ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള കൂടുതൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ. ജനപ്രതിനിധികൾ എന്ന നിലയിൽ നിങ്ങളോടൊപ്പം കൂടെയുണ്ടായി നിന്ന് ഞങ്ങളെല്ലാം കാര്യങ്ങളിലും നിങ്ങളോടൊപ്പം ഉണ്ടാവും. മതം, ജാതി, ഭാഷ, വർണ്ണം, വർഗം തുടങ്ങിയവയുടെ പേരിൽ രാജ്യത്ത് ഭിന്നിപ്പുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഒരുമിച്ച് നിന്ന് ചെറുത്തു തോൽപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. എണ്ണത്തിൽ കുറവാണെങ്കിലും സംഘടനാ ശക്തിയിൽ വലുതാണ് COAയുടെ സ്ഥാനമെന്നും കെ രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു. പ്രാദേശിക വൈവിധ്യങ്ങളുടെ സമന്വയമാണ് കേബിൾ ഓപ്പറേറ്റേഴ്സിന് കോർപ്പറേറ്റ് മേഖലയോട് ചെറുത്തു നിൽക്കാൻ ശക്തി പകരുന്നതെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു. പ്രാദേശിക മനുഷ്യരുടെ വിചാരവികാരങ്ങളെ വിലക്കെടുക്കാൻ കോർപ്പറേറ്റുകൾക്കാവുകയില്ല. ജനകീയ ബദലായി നിലനിൽക്കാൻ കേബിൾ ഓപ്പറേറ്റേഴ്സിന് ഇതിലൂടെ സാധിക്കും. ചെറുകിട സംരംഭങ്ങളെ കാർന്നു തിന്നാൻ ശ്രമിക്കുന്ന കോർപ്പറേറ്റ് ഭീമന്മാരെ ചെറുക്കാനും സാങ്കേതികവിദ്യയുടെ മുന്നേറ്റത്തെ സ്വായത്തമാക്കാനും COAക്ക് കഴിയണമെന്ന് ഡോക്ടർ അരുൺകുമാർ ഓർമ്മിപ്പിച്ചു. കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റേഴ്സിൻ്റെ ഈ സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ ഒരൊറ്റ നിരീക്ഷണമാണ് ഏറ്റവും പ്രസക്തമായത്. ഒരുപക്ഷെ ഇന്ത്യയിൽ ചെറുകിട സംരംഭകർ ഇത്ര ശക്തമായി ഒരു കൂട്ടമായി കോർപ്പറേറ്റുകളെ ഇത്രയും ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുന്ന മറ്റൊരു മേഖല ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. അത് കേബിൾ മേഖലയാണ്. അത് വളരെ ഐറണി നിറഞ്ഞതുമാണ്, ആശ്ചര്യം നിറഞ്ഞതുമാണ്. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ കോർപ്പറേറ്റ് വൽക്കരണവും ഏറ്റവും കൂടുതൽ വേഗത്തിൽ കുത്തകവൽക്കരണവും നടക്കുന്ന ഒരു മേഖലയാണ് മാധ്യമ മേഖല എന്ന് നിങ്ങൾക്കറിയാം. 80% മാധ്യമങ്ങളെയും 3 പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായും ആ കുത്തകവൽക്കരണത്തിനെതിരെ, ആ കാരിയേഴ്സിൻ്റെ വലിയ പ്രലോഭനങ്ങളിൽ ഒന്നും വിട്ടുപോകാതെ, ഒന്നും വീണുപോകാതെ നിൽക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുന്നത് എന്ന് പലപ്പോഴും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ആശങ്കയുണ്ടാവാറുണ്ട്. കേരളം പലതിൻ്റെയും ബദൽ എന്നതുപോലെ കേബിൾ മേഖലയിൽ കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരെയുള്ള ജനകീയ ബദലാണ് COA എന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി നഗരസഭാ കൗൺസിലർ നിത പോൾ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ,
KCCL ചെയർമാൻ ഗോവിന്ദൻ, COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി P ആന്റണി, COA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും TCP ചാനൽ ഡയറക്ടറുമായ CA ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ സമ്മേളനത്തിൽ ആദരിച്ചു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ്, തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ, തൃശൂർ കേരള വിഷൻ MD ജയപ്രകാശ്, KCCL ഡയറക്ടർ VP ബിജു, വിവിധ മേഖലകളിലുള്ള കേബിൾ ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കടലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. തളിക്കുളം തമ്പാൻകടവ് ബീച്ചിൽ കടലിൽ കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. എടമുട്ടം സ്വദേശി അസ്ലമിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച ഉച്ചയോടെ ഇറങ്ങിയ ഭാഗത്ത് വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം. തളിക്കുളം കൈതക്കലിലുള്ള ദാറുൽ മുസ്തഫയിലുള്ള വിദ്യാർത്ഥിയാണ് അസ്ലം. 20ഓളം കുട്ടികളടങ്ങുന്ന സംഘമാണ് വെള്ളിയാഴ്ച 8 മണിയോടെ കടപ്പുറത്ത് എത്തിയത്. സവാദ് എന്ന കൂട്ടുകാരനും അസ്ലമുമാണ് കടലിൽ ഇറങ്ങിയത്. കടലിൽ മുങ്ങിത്താഴുന്നത് കണ്ട് സമീപത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ചേർന്ന് സവാദിനെ രക്ഷപ്പെടുത്തി. അസ്ലമിനായി ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് വെള്ളിയാഴ്ച രാത്രി വരെ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്തിയിരുന്നില്ല. ശനിയാഴ്ച വീണ്ടും നടത്തിയ തിരച്ചിലിനിടയിലാണ് ഉച്ചയോടെ മൃതദേഹം കണ്ടെത്തിയത്. മുഹമ്മദ് അസ്ലം ഈ മാസം 15-ന് ഉംറയ്ക്ക് പോകാനിരുന്നതാണ്. റസിയ മാതാവും മുസ്തഫ സഹോദരനുമാണ്. ഏങ്ങണ്ടിയൂർ ദീനദയാൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജരും ചരിത്രകാരനുമായ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷമായ നവതിക 2024 ഈ മാസം 15-ന് സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വ്യാഴാഴ്ച രാവിലെ 10:30-ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ട്രസ്റ്റ് വൈസ് ചെയർമാൻ KK രാജൻ, സെക്രട്ടറി IA മോഹനൻ എന്നിവർ തൃപ്പയാറിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ഗോപിനാഥൻ മന്നേരി അധ്യക്ഷത വഹിക്കും. ട്രസ്റ്റ് സെക്രട്ടറി IA മോഹനൻ ആമുഖ പ്രസംഗം നടത്തും. വേലായുധൻ പണിക്കശ്ശേരിയെ ഗവർണറും വിശിഷ്ട വ്യക്തികളും ആദരിക്കും. കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KS രാധാകൃഷ്ണൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൽ സലാം, RSS സംസ്ഥാന കാര്യവാഹ് PN ഈശ്വരൻ, സ്കൂൾ പ്രിൻസിപ്പൽ TR വിജയം എന്നിവർ സംസാരിക്കും. വേലായുധൻ പണിക്കശ്ശേരിയുടെ 65ാമത് പുസ്തകമായ സിന്ധു നദീതട സംസ്കാരവും പ്രാചീന ഭാരതത്തിലെ സർവകലാശാലകളും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കും. KS രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങും. ഉച്ചതിരിഞ്ഞ് 3-ന് സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ 29ാമത് വാർഷികമായ നവരോജ് 2024-ൻ്റെയും സ്കൂൾ പ്രിൻസിപ്പാൾ TR വിജയം ടീച്ചറുടെ യാത്രയപ്പ് ചടങ്ങിൻ്റെയും ഉദ്ഘാടനം നടത്തും. ജനൻ TV കറണ്ട് അഫയേഴ്സ് ആൻഡ് ന്യൂസ് പ്രോഗ്രാം മേധാവി അനിൽ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്യും. വേലായുധൻ പണിക്കശ്ശേരി അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് ഡോക്ടർ P കൃഷ്ണദാസ്, P ഗോപാലൻകുട്ടി മാസ്റ്റർ എന്നിവർ മുഖ്യ അതിഥികളായിരിക്കും. വൈസ് പ്രിൻസിപ്പൽ C ബിന്ദു ആമുഖം പറയും. TR വിജയം ടീച്ചർ മറുപടി പറയും. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് നടക്കും. ഒരേ സമയം ഒരേ വേദിയിൽ 150-ൽ പരം വിദ്യാർത്ഥികൾ ഒരുമിച്ച് വിസ്മയ കാഴ്ചയൊരുക്കും. നവതികയുടെ ഭാഗമായി വേലായുധൻ പണിക്കശ്ശേരി രചിച്ച പുസ്തകങ്ങളുടെയും അവാർഡുകളുടെയും പ്രദർശനമായ ചരിത്ര സരണി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ നിർവഹിക്കും. തുടർന്ന് രാത്രി 11:30-ന് തൃപ്പയാർ കളിമണ്ഡലം ഗുരുദേവ മഹാത്മ്യം കഥകളിയും അവതരിപ്പിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PTA പ്രസിഡന്റ് KV ഷിനോദ്, സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ C ബിന്ദു, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജയബാലൻ കടവിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ മിനി ഇൻഡോർ സ്റ്റേഡിയം മന്ത്രി V അബ്ദുറഹിമാൻ ഫെബ്രുവരി 11-ന് ശനിയാഴ്ച രാവിലെ 10-ന് നാടിന് സമർപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അച്യുതമേനോൻ സ്മാരക പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനോട് ചേർന്ന് മുൻ MLA ഗീതാ ഗോപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 2 കോടി രൂപയും CC മുകുന്ദൻ MLA അനുവദിച്ച 45 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിക്കും. ഇൻഡോർ കായിക ഇനങ്ങൾക്ക് മികവാർന്ന പിന്തുണയോടെയാണ് നാട്ടിക മണ്ഡലത്തിൽ ഉയർന്ന നിലവാരത്തിൽ മിനി ഇൻഡോർ സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുന്നത്. RCC ഫ്രെയിംഡ് സ്ട്രക്ചർ രീതിയിലാണ് സ്റ്റേഡിയം നിർമ്മാണം. ശബ്ദ പ്രതിധ്വനി ഒഴിവാക്കുന്നതിന് ഭിത്തികളിൽ അക്കോസ്റ്റിക് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. തറ വെട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചും കളിസ്ഥലം വുഡൻ ഫ്ലോറിംഗ് ഉപയോഗിച്ചുമാണ് നിർമ്മിതി. ഗ്രീൻ റൂമുകൾ, ടോയ്ലറ്റുകൾ, ഓഫീസ് റൂം ഉൾപ്പെടെ സജ്ജമാണ്. കായിക മേഖലയ്ക്ക് കരുത്തേകുന്ന ചെറിയ സ്റ്റേഡിയങ്ങൾ ഉയരുന്നതോടെ ഗ്രാമങ്ങളിലെ കായിക താരങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നത്. മുൻ MLA ഗീതാ ഗോപി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ എന്നിവർ മുഖ്യാതിഥികളാവും.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, വികസന കാര്യ സ്ഥിരം സമിതി ചെയർമാൻ NN ജോഷി, വാടങ്കം ഷൺമുഖൻ, സെക്രട്ടറി ജോളി വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ ഈ വർഷത്തെ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനം നടത്തി. ലയൺസ് ഡിസ്ട്രിക്ട് 318D സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറായ T ജയകൃഷ്ണന്റെ ഔദ്യോഗിക സന്ദർശനമാണ് നടന്നത്. ഇതിനോടനുബന്ധിച്ച് ലയൺസ് ഡിസ്ട്രിക്ട് കൾച്ചറൽ ഫെസ്റ്റിൽ സമ്മാനം നേടിയ തൃപ്രയാർ ലയൺസ് ക്ലബിലെ അംഗങ്ങൾക്കുള്ള സമ്മാനങ്ങൾ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ വിതരണം ചെയ്തു. ലയൺസ് പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ അംഗങ്ങളെ ചേർത്തതിനുള്ള ഇന്റർനാഷണൽ പിൻ തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ മുൻ പ്രസിഡന്റ് NM സുരേഷിന് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കൈമാറി. തീരദേശത്തെ ജീവകാരുണ്യ പ്രസ്ഥാനമായ ആൽഫ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ നടക്കുന്ന ഡയാലിസിസ് പ്രവർത്തനങ്ങൾക്ക് ഡിസ്ട്രിക്ട് റീജിയണൽ ചെയർപേഴ്സൺ RI സക്കറിയ നൽകിയ ധനസഹായം ഹോം ഫോർ ഹോം ലെസ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് മെമ്പർ AA ആന്റണി ഏറ്റുവാങ്ങി. തൃപ്രയാർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ലയൺ ആന്റണി സേവ്യർ അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർപേഴ്സൺ RI സക്കറിയ, ഡയബറ്റിക് ആൻഡ് CPR ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഉണ്ണി വടക്കാഞ്ചേരി, തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് സാനി K ജോസഫ്, സെക്രട്ടറി KK രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ലയൺസ് ക്ലബ് അംഗങ്ങളായ E വേണുഗോപാൽ, P മാധവ മേനോൻ, KR പ്രതാപൻ, KK ജയശങ്കരൻ, ബിന്ദു സുരേന്ദ്രൻ, സുജിത് ചന്ദ്ര, തൃപ്രയാർ ലയൺസ് ക്ലബ് ട്രഷറർ രേഖ രഘു പുളിക്കൽ, സുധീർ KS തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതും ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഏറ്റവും നല്ല പോർട്ട്ഫോളിയോയായ അന്നത്തെ കാലത്തെ ലീഡർഷിപ്പ് എനിക്ക് ലഭിക്കുന്നതും നമ്മൾ ഈ ക്ലബിൽ ഒട്ടനവധി അംഗങ്ങളായിട്ട് യോജിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മണലൂർ മണ്ഡലം പ്രസിഡന്റായി സംഘടനാ തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സിജോൺ ജോസ് ചുമതലയേറ്റു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. DCC സെക്രട്ടറിമാരായ VG അശോകൻ, KB ജയറാം, മണ്ഡലം പ്രസിഡന്റ് MV അരുൺ, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, KK പ്രകാശൻ, ടോളി വിനീഷ്, ജോസഫ് വള്ളികുന്നത്ത്, സത്യദേവൻ കളരിക്കൽ, പുഷ്പ വിശ്വംഭരൻ, ബീന സേവിയർ, ടോണി അത്താണിക്കൽ, കവിത രാമചന്ദ്രൻ, ജിൻസി തോമസ്, ഷോയ് നാരായണൻ, ഡെൽസൺ, അരുൺ മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. വാടാനപ്പള്ളി ഈസ്റ്റ് LP സ്കൂളിൽ 118ാമത് വാർഷികവും PTA സംഗമവും നടത്തി. സന്തോഷ് പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TC ബിനീഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ദിവ്യ ആമുഖ പ്രസംഗം നടത്തി. അധ്യാപികമാരായ പങ്കജം, ഷിമ, സലാവുദ്ദീൻ, സ്വീറ്റി, സിന്ധു, സ്കൂൾ മാനേജർ സുനിൽ എന്നിവർ സംസാരിച്ചു. എൻഡോമെന്റ് വിതരണവും LSS വിജയികൾക്കുള്ള സമാദരണവും നടന്നു. നമ്മുടെ ഈ വിദ്യാലയം ഇപ്പോൾ നല്ല രീതിയിൽ ഉയർച്ചയുടെ പാദങ്ങളിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്രയും നല്ല രീതിയിലൊരു പരിപാടി ഇവിടെ കുഞ്ഞുമക്കളെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പം അത്തരം കാര്യങ്ങൾക്ക് മുൻകൈ എടുത്ത ഇവിടുത്തെ ടീച്ചർമാർ, അതുപോലെ PTA അംഗങ്ങൾ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു വലിയൊരു അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയൊരു ഇടവേള. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്ന്? സ്പർശ. ആഹാ,
തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക്, സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകളിലേക്ക്. തളിക്കുളം എരഞ്ഞെഴുത്ത് ക്ഷേത്രത്തിൽ ഉത്സവം ഭക്തി നിർഭരമായി. തുടർന്ന് നടന്ന പ്രഭാത ശീവേലി മേളത്തിന് കിഴക്കൂട്ട അനിയന്മാരാർ പ്രാമാണ്യം വഹിച്ചു. വൈകിട്ട് 9 ആനകളോടെ കാഴ്ച ശീവേലി നടന്നു. പെരുവനം സതീശന്മാരാർ മേളത്തിന് പ്രമാണം വഹിച്ചു. പാണ്ടിമേളത്തിന് പനങ്ങാട്ടിരി ശശി പ്രാമാണികനായി. പഞ്ചവാദ്യത്തിന് പൊകുന്നി ജയനും പ്രാമാണികനായി. സന്ധ്യയ്ക്ക് ദീപാരാധന, വർണ്ണമഴ, കേളി എന്നിവ നടന്നു. രാത്രി തൃപ്രയാർ താനം ക്രിയേഷൻസിന്റെ ഗാനമേള, തുടർന്ന് തായമ്പക, ഗുരുതി തർപ്പണം എന്നിവയും നടത്തി. ശനിയാഴ്ച നമ്പിക്കടവിൽ നടന്ന ആറാട്ടോടെ ഉത്സവാഘോഷത്തിന് സമാപനമായി. ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ AR റോഷ്, EVS സ്മിത്ത്, ES ഷൈജു, പ്രിൻസ് മദൻ, EV ഷെറി തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ പങ്കെടുത്തു. വലപ്പാട് ബീച്ച് അരയമ്പറമ്പിൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് മുന്നോടിയായി വെള്ളിയാഴ്ച ഗ്രീൻ പാർക്ക് കലാകായിക വേദിയുടെയും പ്രാമദീപം സ്നേഹക്കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ 13ാമത് വിളക്ക് മഹോത്സവം ആഘോഷിച്ചു.
രാവിലെ മുതൽ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. ഉച്ചതിരിഞ്ഞ് അടിപ്പറമ്പിൽ ശ്രീ നാഗയക്ഷി സന്നിധിയിൽ നിന്ന് പൂതനും തിറയും, ഗരുഡ നൃത്തം, കാവടി, വെസലോസ്കി നൃത്തം എന്നിവ പുറപ്പെട്ടു. താളമേളങ്ങളുടെ അകമ്പടിയോടെ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ശ്രീ ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പണവും നടത്തി. വിളക്ക് മഹോത്സവ കമ്മിറ്റി ഭാരവാഹികളായ ഏങ്ങൂർ രാമകൃഷ്ണൻ, സുരേഷ് ബാബു പാടത്തിൽ, മുരളീധരൻ പാണപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ പങ്കെടുത്തു. കണ്ടശങ്കടവ് SH ഓഫ് മേരി CLP സ്കൂളിന്റെ 100ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് യോഗവും ആഘോഷിച്ചു. കണ്ടശങ്കടവ് ഫുർവാനപ്പള്ളി വികാരി അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് കിരൺ KK ആമുഖ പ്രസംഗം നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കാത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ നാടിന്റെ വളർച്ചയ്ക്ക് ഇവിടെ പഠിക്കുന്ന 1 മുതൽ 2 അല്ലെങ്കിൽ 3, 4 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് അവന്റെ ബേസിക് ആയിട്ടുള്ള നോളേജ് അല്ലെങ്കിൽ അവന്റെ ബേസിക് ആയിട്ടുള്ള ഒരു അറിവിന്റെ ബാലപാഠം പകർന്നു കൊടുക്കാനായിട്ട് ഈ സ്ഥാപനത്തിന് സാധിച്ചു എന്നതിലെ യാതൊരു വക സംശയവുമില്ല. ഈ ഒരു നാടിന്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു നാടിന്റെ വളർച്ചയ്ക്ക് വിദ്യാഭ്യാസമുള്ള ഒരു ജനതയെ നമുക്ക് വേറെ എവിടെ വേണമെങ്കിലും പോവാം. ഒരു വിദ്യാഭ്യാസമുള്ള ജനതയെ നമുക്ക് എത്രയോ ഉയരങ്ങളിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസമുള്ള ഒരു ജനതയെ ഞാൻ ചോദിച്ചോട്ടെ, ഏറ്റവും കൂടുതൽ HRD അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഉള്ളത് നമ്മുടെ ഭാരതത്തിൽ അല്ലെങ്കിൽ അതിൽ കിടക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് ഉള്ളത്. അതായത് ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ സംഗമമാണ് നമ്മുടെ നാട്. ആ ചെറുപ്പക്കാരുടെ സംഗമമുള്ള ഈ നാട്ടിലെ ആ വളർച്ചയുടെ പടവുകളിലേക്ക് അവൻ ഉയരങ്ങളിലേക്ക് എത്തി നേടുന്നുണ്ടെങ്കിൽ അവനെ വിദ്യാഭ്യാസം എന്നത് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഞാനിത് പറഞ്ഞു വരുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരു ചെറിയ പണ്ടത്തെ കഥ കടന്നു വരികയാണ്. തൃശൂർ വെസ്റ്റ് AEO ബിജു PJ പുരസ്കാര വിതരണം നടത്തി. തൃശൂർ നിർമ്മല എഡ്യൂക്കേഷൻ കൗൺസിൽ സിസ്റ്റർ മരിയ ജോസ് CMC മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ പ്രതീഷ് കലറയ്ക്കൽ എൻഡോമെന്റ് വിതരണം നടത്തി. ലോക്കൽ മാനേജർ സിസ്റ്റർ ആത്മ CMC സമ്മാനദാനം നിർവഹിച്ചു. ഹെഡ് മിസ്റ്റർ സിസ്റ്റർ വന്ദന CMC വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ ഷോയ് നാരായണൻ, OSH ചെയർമാൻ ഷാലി വർഗീസ്, MPTA പ്രസിഡന്റ് ജിത സംഗീത്, സ്കൂൾ ലീഡർ റോസ്ന VD, അധ്യാപക പ്രതിനിധി ജീൻ മരിയ PS, അഞ്ജു ടീച്ചർ എന്നിവർ സംസാരിച്ചു. മേരി ചാക്കോ ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. കുട്ടികളുടെ വ്യത്യസ്ത കലാപരിപാടികളും ഉണ്ടായിരുന്നു. സംഗീതമായി മനമുണരുമ്പോൾ സ്വരമായി വന്നണയൂ
നാട്ടിക വെസ്റ്റ് KUP സ്കൂളിൽ ഈ മാസം 12, 13 തീയതികളിലായി നടക്കുന്ന സല്യൂട്ട് ദ പാരന്റും സ്കൂൾ വാർഷികത്തിന്റെയും യാത്രയപ്പും അധ്യാപക രക്ഷാകർതൃ ദിനത്തിന്റെ മുന്നോടിയായി പബ്ലിസിറ്റി കമ്മിറ്റി പതാക ഉയർത്തൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ചടങ്ങിൽ ജനറൽ കൺവീനർ CJ ജെന്നി ടീച്ചർ പതാക ഉയർത്തി. ജനറൽ ചെയർമാനും വാർഡ് മെമ്പറുമായ PV സെന്തിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംവിധായകനും നിർമ്മാതാവുമായ പ്രകേഷ് സുകുമാരൻ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക A. ലസിത ടീച്ചർ മുഖ്യാതിഥി പ്രകേഷ് സുകുമാരന് സ്നേഹോപഹാരം സമർപ്പിച്ചു. സ്കൂൾ മാനേജർ E.K. തോമസ് മാസ്റ്റർ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ CB ചന്ദ്രബോസ്, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ഷബോൺ J. താടിക്കാരൻ, പബ്ലിസിറ്റി കമ്മിറ്റി ജോയിന്റ് കൺവീനർ K. ശ്രീദേവി ടീച്ചർ എന്നിവർ സംസാരിച്ചു. അധ്യാപകർ, വിദ്യാർത്ഥികൾ, PTA അംഗങ്ങൾ, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. അതിൻ്റെ സൂചകമായിട്ട് എനിക്ക് ഇവർ പറഞ്ഞപ്പോൾ തോന്നിയത് അതാണ്. വലിയൊരു ആഘോഷത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് നമ്മുടെ യുവ സംവിധായകൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ ആ പഴയകാല കെട്ടിടത്തിന് മുന്നിൽ ആ കൊടി ഉയരുമ്പോൾ ഇതിനുള്ള നമ്മളുടെ മേളയ്ക്കുള്ള ഒരു ഒരുക്കം ആരംഭിക്കുക. നമ്മുടെ പൂരങ്ങൾക്കുമൊക്കെ കൊടിയേറ്റം പോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ തികച്ചും വലിയ ഒരു ഉത്സവമാണ് യാത്രയയപ്പും അതുപോലെ തന്നെ വാർഷികാഘോഷം. 32 കൊല്ലക്കാലം ഈ സ്കൂളിൽ പ്രശസ്തമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന നമ്മളുടെ ലിസ്ത ടീച്ചറുടെ യാത്രയയപ്പും അതുപോലെ തന്നെ സ്കൂളിൻ്റെ നാട്ടിക വെസ്റ്റ് KUP സ്കൂളിൽ 2023-24 കാലയളവിൽ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്കും രക്ഷിതാക്കൾക്കും ആദരവ് നൽകുന്ന സല്യൂട്ട് ദ പാരന്റ് പരിപാടിയും സ്കൂൾ വാർഷികവും PTA ദിനവും ഈ മാസം 12, 13 തിങ്കൾ, ചൊവ്വ ദിവസങ്ങളായി നടത്തുമെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനർ CJ ജെന്നി, വാർഡംഗവും ജനറൽ കമ്മിറ്റി ചെയർമാനുമായ PV സെന്തിൽകുമാർ എന്നിവർ തൃപ്രയാറിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടൊപ്പം 32 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന A. ലസിക ടീച്ചർക്കുള്ള യാത്രയപ്പും വിവിധ പരിപാടികളോടെ നടത്തും. 12-ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ IAS മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് കലോത്സവ പ്രതിഭകളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാസന്ധ്യ ഉണ്ടായിരിക്കും. 13-ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 യാത്രയപ്പ് സമ്മേളനവും സ്കൂൾ വാർഷികാഘോഷവും നടത്തും. TN പ്രതാപൻ MP ഉദ്ഘാടനം നിർവഹിക്കും. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉപഹാര സമർപ്പണം നടത്തും. ചലച്ചിത്രതാരം മഞ്ജു പിള്ള മുഖ്യ അതിഥിയായിരിക്കും. ലസിത ടീച്ചർ മറുപടി പ്രസംഗം നടത്തും. തുടർന്ന് ഓർമ്മ പെയ്തത് പ്രദർശനത്തിന് വാർഡംഗം PV സെന്തിൽകുമാർ തുടക്കം കുറിക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഷെറിൻ തിലക്, പബ്ലിസിറ്റി കൺവീനർ സെബോൺ താടിക്കാരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാരമുക്ക് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം ആഘോഷിച്ചു. വെള്ളിയാഴ്ച തിരുവോണ നാളിൽ രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ, നവകം, കലശാഭിഷേകം എന്നിവ നടന്നു. പൂജാ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി താമരപ്പള്ളി ദാമോദരൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. പിറന്നാൾ സദ്യയും ഉണ്ടായിരുന്നു. ഉച്ചതിരിഞ്ഞ് ചാത്തംകുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് മേളം, സന്ധ്യയ്ക്ക് ദീപാരാധന, വർണ്ണമഴ എന്നിവയും നടന്നു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ PS സുധീർ, CS ഗിരീഷ്, KS ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയിൽ മുഴുവൻ ജനങ്ങളും പ്രതിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും ചേർന്ന് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിന് അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ടാണ് LDF വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി സെന്ററിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്.
പ്രതിഷേധ സംഗമം CPIM ജില്ലാ കമ്മിറ്റി അംഗം PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. CB സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. VR മനോജ്, KA വിശ്വംഭരൻ, KC പ്രസാദ്, സുരേഷ് മഠത്തിൽ, ശാന്തി ബാസി, ഷക്കീല ഉസ്മാൻ എന്നിവർ സംസാരിച്ചു. അത് DK ശിവകുമാറിന്റെ മൈസൂർ കർണാടകയിൽ അവർക്ക് കിട്ടുന്നത് 50 പൈസ. എന്നാൽ ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കണ ചില സ്ഥലങ്ങളുണ്ട്. UP-യിൽ ഒരു രൂപ അവിടെ നിന്ന് പിരിച്ചാൽ 1 രൂപ 60 പൈസ വരും. 1 രൂപ പിരിച്ചാൽ 1 രൂപ 60 പൈസ കിട്ടും. നമ്മൾ 1 രൂപ പിരിച്ചു കൊടുത്താൽ 25 പൈസ കിട്ടുള്ളൂ. ഇത് കണക്കല്ലേ, കാശല്ലേ? അതിന് നമ്മൾ പറയണ കാരണം നിങ്ങൾ വളരെ മുന്നോക്കം പോയി. പെരുങ്ങോട്ടുകര ദേവസ്ഥാനം മുൻ സ്ഥാനാധിപതി KV ദാമോദരസ്വാമികളുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിർധന രോഗികൾക്കായി നിർമ്മിക്കുന്ന സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ ശിലാസ്ഥാപനവും ഭൂമി പൂജയും നടത്തി. ശനിയാഴ്ച രാവിലെ ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദരസ്വാമികൾ ശിലാസ്ഥാപനം നിർവഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റിമാരായ KD വേണുഗോപാൽ, ദേവദാസ്, സ്വാമിനാഥൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ദിനംപ്രതി 100ഓളം പേർക്ക് സൗജന്യമായ ഡയാലിസിസ് നടത്താൻ കഴിയുന്ന വിധത്തിലാണ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. 100ാം ജന്മശതാബ്ദി ദിനത്തിനോടനുബന്ധിച്ച് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കമാണ് ഇപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത്. അത് ഒരു ദിവസം ഇതിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഒരു ദിവസം ഏകദേശം ഒരു 100 പേർക്ക്, പാവപ്പെട്ടവർക്ക് ഒരു സൗജന്യമായിട്ട് ഒരു ഡയാലിസിസ് സെൻ്ററിൻ്റെ ശിലാസ്ഥാപനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ 101ാം പിറന്നാൾ അടുത്ത സെപ്റ്റംബറിൽ വരും. അതിന് ഇതിൻ്റെ ഇനാഗ്രേഷൻ ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരുപാട് സാധുക്കൾക്ക് ഒരു ഗുണകരമായിട്ടുള്ള, പാവപ്പെട്ടവർക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ആദ്യത്തെ സംരംഭം എന്നുള്ള നിലയ്ക്കാണ് ഈ പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ടുള്ള ഡയാലിസിസ് സെൻ്ററിൻ്റെ ശിലാസ്ഥാപനം ഇവിടെ നടന്നിട്ടുള്ളത്. തുടർന്ന് ഇതിനോടനുബന്ധിച്ചുള്ള ഇവിടെ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാർക്ക് താമസിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുള്ള ഗസ്റ്റ് ഹൗസിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇനാഗ്രേഷൻ ഉണ്ടായിരിക്കും. കേരള NGO യൂണിയൻ നാട്ടിക ഏരിയ 61ാം ഏരിയ സമ്മേളനം തൃപ്പയാർ പോളിടെക്നിക് ഹാളിൽ നടന്നു. കേരള NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം S. ഉഷാകുമാരി സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ നാട്ടിക ഏരിയ പ്രസിഡന്റ് അംബിക ചാത്തു അധ്യക്ഷത വഹിച്ചു. റിനേഷ് PN രക്തസാക്ഷി പ്രമേയവും ബിബിൻ KF അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി അരുൺ MV പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പ്രജീഷ് ജനൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തൃപ്പയാർ കേന്ദ്രമാക്കി പുതിയ താലൂക്ക് രൂപീകരിക്കുക, നാട്ടിക മേഖലയിൽ കനോലി കനാലിന്റെ തീരത്ത് താമസിക്കുന്നവരുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായുള്ള പതാക ഉയർത്തൽ പ്രസിഡന്റ് അംബിക ചാത്തു നിർവഹിച്ചു. പുതിയ ഭാരവാഹികളായി സെക്രട്ടറി അരുൺ MV, പ്രസിഡന്റ് അംബിക ചാത്തു, ട്രഷറർ പ്രജീഷ് ജനൻ, വൈസ് പ്രസിഡന്റുമാരായി ബിബിൻ KF, സീനത്ത് BV എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി റിനേഷ് PN, ജയശ്രീ MP എന്നിവരെയും തെരഞ്ഞെടുത്തു. താന്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന രത്നമണി ടീച്ചറുടെയും വിദ്യ ടീച്ചറുടെയും നേതൃത്വത്തിൽ സ്കൂളിൽ സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു. വിദ്യാലയത്തിലെ സേവന കാലയളവിലെ മധുരിക്കുന്ന ഓർമ്മകൾ ഇരുവരും വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. ജീവിതത്തിൽ വിദ്യാദാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ കുട്ടികളുമായി പങ്കിട്ട് സഹപ്രവർത്തകർ, മറ്റ് അധ്യാപക സുഹൃത്തുക്കൾ, രക്ഷാകർതൃ സമിതി അംഗങ്ങൾ, ബന്ധുമിത്രാദികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ സ്കൂളിന് വേണ്ടി വളരെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ച 2 അധ്യാപകരാണ് വിദ്യ ടീച്ചറും രത്നമണി ടീച്ചറും. രണ്ടുപേരും കുട്ടികൾക്ക് വേണ്ടി സ്കൂളിൻ്റെ ഏതു പ്രവർത്തനങ്ങളിലും മുന്നിട്ടിറങ്ങി മറ്റുള്ള അധ്യാപകർക്ക് ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് സ്കൂളിന് വേണ്ടി പ്രവർത്തിച്ചു വന്നവരാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ 2 പേരും നമ്മുടെ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന ഈ ഒരു അവസരത്തിൽ എല്ലാ അധ്യാപകർക്കും കുറച്ച് വിഷമമുണ്ട്. പെരുങ്ങോട്ടുകര ഗവൺമെൻറ് മോഡൽ LP സ്കൂളിൽ സ്റ്റാർസ് പ്രീ പ്രൈമറി പദ്ധതിയായ സമഗ്ര ശിക്ഷ കേരളം അന്തിക്കാട് BRC എസ്റ്റിമേറ്റ് തുക 10 ലക്ഷം രൂപ ചെലവഴിച്ച് വിദ്യാലയത്തിലെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ വിസ്മരിക്കാനാവാത്ത അറിവും അനുഭവങ്ങളും സമ്മാനിക്കാൻ ലക്ഷ്യമിട്ട് ഒരുക്കിയ സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം എന്നതിൻ്റെ ഉദ്ഘാടനവും 104ാം വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടനവും നടത്തി.
പ്രവർത്തന ഇടങ്ങളായ വർണ്ണക്കൂടാരത്തിൻ്റെയും വാർഷികാഘോഷത്തിൻ്റെയും ഉദ്ഘാടനം കെ ശശിധരൻ നിർവഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപക അവാർഡ് ജേതാവും കൂടിയായ സാജൻ മാസ്റ്ററെ ദിവാനന്ദഗിരി സ്വാമികളും വിഷ്ണുഭാരതീയ സ്വാമികളും ചേർന്ന് പൊന്നാടയണിച്ച് ആദരിച്ചു. DPO ബ്രിജിറ്റ് ടീച്ചർ പദ്ധതി വിശദീകരണം നടത്തി. സീനിയർ അധ്യാപിക ഷൈജി SD റിപ്പോർട്ട് അവതരിപ്പിച്ചു. സോമശേഖര ക്ഷേത്രം ദിവ്യാനന്ദഗിരി സ്വാമികൾ, കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണുഭാരതീയ സ്വാമികൾ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. LSS ജേതാവ് ആരാധ്യ TPA അന്തിക്കാട് BPC ഡോക്ടർ ഉമാദേവി അനുമോദിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഹന പ്രജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീന അനിൽകുമാർ, വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ, സ്കൂൾ വികസന സമിതി ചെയർമാൻ NK സുധീരൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് മുഹമ്മദ് ഫാറൂഖ് PA, PTA വൈസ് പ്രസിഡന്റ് പ്രതീഷ് KR, പ്രധാന അധ്യാപിക ബിന്ദു KG രമ്യ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. അതിലേറ്റവും മനോഹരമായത് നമ്മുടെ വിദ്യാലയത്തിലെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ സ്മരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള വർണ്ണക്കൂടാരം എന്ന രീതിയിലുള്ള ഒരു പദ്ധതി 10 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടുള്ള വർണ്ണക്കൂടാരം എന്ന ആ പദ്ധതി നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിലിരിക്കുന്ന പലർക്കും, എന്നെപ്പോലെയുള്ള പലർക്കും ഇതുപോലുള്ള സൗഭാഗ്യങ്ങൾ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നേടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മുൻകാലങ്ങളിലൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള, ഇന്നത്തെ പോലെ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള സർക്കാർ ഇടപെടലൊക്കെ വളരെ കുറവായിരുന്നു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് 2023-24 അംഗനവാടി കുട്ടികളുടെ കലോത്സവം തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് നിർവഹിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് സുജിത്ത് അന്തിക്കാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ICDS സൂപ്പർവൈസർ വസുമതി ആമുഖ പ്രസംഗം നടത്തി. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷഫീർ അബ്ദുൽ ഖാദർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി രാമൻ തുടങ്ങിയവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. വാർഡ് മെമ്പർമാരായ മിൽന സ്മിത്ത്, ലീന മനോജ്, മിനി ആൻഡോ, അനിത ശശി, രഞ്ജിത്ത് കുമാർ, അംഗനവാടി ടീച്ചർ പ്രജിത തുടങ്ങിയവർ സംസാരിച്ചു. അംഗനവാടിയിൽ നിന്നും 160ഓളം കുട്ടികൾ കലോത്സവ പരിപാടിയിൽ പങ്കെടുത്തു. നാട്ടിക തട്ടുപറമ്പിൽ മാറാട്ട് വേട്ടുവന്ത്ര താണിശ്ശേരി വെൽവെട്ടിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹോമം, നിർമ്മാല്യ ദർശനം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, കാഴ്ചശീവേലി, ഉച്ചപൂജ, ശ്രീഭൂതബലി, പ്രസാദോട്ട്, വൈകിട്ട് എഴുന്നള്ളിപ്പ്, പൊങ്കാല സമർപ്പണം, ദീപാരാധന, വർണ്ണമഴ, തീ രാത്രി, അത്താഴപൂജ, ദേവാനന്ദ മേളങ്ങൾ, തായമ്പക, മഹാഗുരുതി എന്നിവ നടന്നു. ഷൈൻ സുരേന്ദ്രനാഥ്, MG ശ്രീവത്സൻ, മാറാട്ട് സനു എന്നിവരുടെ വസതിയിൽ നിന്നും പൂരം പുറപ്പെട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ക്ഷേത്രം തന്ത്രി ഡോക്ടർ കരുമാത്ര വിജയൻ ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ശാന്തിമാരായ അരുൺ, അമൽ എന്നിവർ സഹകാർമ്മികരായി.
ക്ഷേത്രം പ്രസിഡന്റ് ഷൈൻ സുരേന്ദ്രനാഥ്, സെക്രട്ടറി അഭിലാഷ് തട്ടുപറമ്പിൽ, ട്രഷറർ വേണുഗോപാലൻ തട്ടുപറമ്പിൽ, വൈസ് പ്രസിഡന്റ് ജ്യോതി തട്ടുപറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി വിജയരാഘവൻ തട്ടുപറമ്പിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ഭിന്നിപ്പുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് കെ രാമചന്ദ്രൻ MLA. തളിക്കുളത്ത് കടലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. എരഞ്ഞെഴുത്ത് ക്ഷേത്രത്തിലെ ഉത്സവം ഭക്തി നിർഭരം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.